ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് ആന്ധ്രാപ്രദേശിലുള്ള കാളഹസ്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നൈറ്റിലാണ് എത്തിയത്. അപ്പോൾ നൈറ്റിൽ അങ്ങനെ അവിടെ ഒന്നും കാണാനൊന്നും പറ്റില്ല, കയറാനൊന്നും പറ്റില്ല അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലോട്ട് കയറാം, പക്ഷേ നമുക്ക് മുകളിലൊരു കുന്നിൻ്റെ മുകളിലായിട്ട് ശിവനും പാർവതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസമാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഒരു 5 മണിക്കാണ്, നമ്മൾ കാലത്ത് 5 മണിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഉണ്ടല്ലോ, അപ്പോൾ ഇതാണ് അമ്പലമൊക്കെ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ അവിടെ വരെ വന്നു, അമ്പലം വരെ വന്നിട്ട് അപ്പോൾ പറഞ്ഞു ഷർട്ടൊന്നും ഇടാൻ പറ്റില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ റൂമിൽ തന്നെ തന്നെയാണ് റൂം എടുത്തത്. റൂമിൽ പോയിട്ട് ഷർട്ടൊക്കെ അയച്ചിട്ടിട്ട് വീണ്ടും വരികയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ മുട്ടക്കുട്ടികളാണിത്. അപ്പോൾ അവരെ തിരുപ്പതിയിൽ നിന്ന് മുട്ടയടിച്ചതാണല്ലോ. തിരുപ്പതിയിൽ നിന്ന് പോയി പിറ്റേ ഡേ ആണ് ഞങ്ങളിവിടെ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉണ്ടല്ലോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ് കാളഹസ്തി. ഒരുപാട് കാളകളും അതുപോലെ തന്നെ ഒരു തൊഴുത്തൊക്കെ ഉണ്ട്. തൊഴുത്തിൽ ഇഷ്ടം പോലെ പശുക്കളും കാളകളൊക്കെ ഉണ്ട്. ഒരുപാട് കച്ചവടക്കാരും അത് പിന്നെ ഏത് വലിയ വലിയ ക്ഷേത്രത്തിലുണ്ടാവുമല്ലോ. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു അമ്പലത്തിൻ്റെ കുന്നിൻ്റെ മുകളിലായിട്ട് ശിവനും പാർവതി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വീണ്ടും ഇപ്പോൾ ഷർട്ട് അയച്ചിടാനൊക്കെ വന്നു പറഞ്ഞില്ല. അപ്പോൾ ഒരു കാഴ്ച കണ്ടു. കോലം വരയ്ക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലായാലും ആന്ധ്രാപ്രദേശിലൊക്കെ ഇങ്ങനെ കോലം വരയ്ക്കും. അപ്പോൾ ഇവർ പൊടി കൊണ്ടൊന്നല്ല കേട്ടോ, ഒരു കളർ ചോക്ക് പോലത്തെ ഒരു സംഭവം ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം അത് കണ്ടു നിന്നു. കുട്ടികളൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കുക. കാരണം നമ്മളെ നാട്ടിലൊന്നും ഇതില്ലല്ലോ, നമ്മൾ അത്തപ്പൂവല്ലേ ഇടുള്ളൂ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അത്തപ്പൂ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ വരച്ചിരുന്ന ചേച്ചിയുടെ കൂടെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ലൊരു ചേച്ചി കേട്ടോ, നമ്മൾ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് നിന്നൊക്കെ തന്നു. അപ്പോൾ ഞങ്ങളിവിടെ താമസിച്ചിരുന്ന ആ ഒരു റൂം ലോഡ്ജിതാണ് കാണിച്ചത്. അതിൻ്റെ ഹാളാണ്. ഞങ്ങൾ താഴെ ഭാഗത്ത് തന്നെയാണ്. ലിഫ്റ്റൊക്കെ ഉണ്ട്, മുകളിലായിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് റൂമുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങളൊരു സിംഗിൾ റൂമാണ് എടുത്തത്. ചെറിയ റൂമാണ്, പക്ഷേ 2 കട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആളും കുറവാണല്ലോ, വെറുതെ 2 റൂമൊന്നും എടുക്കണ്ടല്ലോ. കാരണം സിസ്റ്റേഴ്സ് 2 പേരാണ്. അപ്പോൾ അവർ ഒറ്റയ്ക്ക് റൂമിൽ കിടത്തണ്ടല്ലോ. നമ്മൾ ഒറ്റ റൂമാണ് എടുത്തിട്ടുള്ളത്. 2 കട്ടിലും ചെറിയൊരു TV, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കുഞ്ഞു റൂമാണ്, വാഷ് ബേസ്, അങ്ങനെ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പോരുന്ന അമ്പലത്തിൽ നിന്നൊക്കെ പോകുന്നതിന് ശേഷമാണ്. അപ്പോൾ ഈ ഒരു ചേച്ചിയാണ് കോലം വരച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി ഞാൻ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അന്ന് വരച്ച ആ ഒരു ഫോട്ടോ ഒക്കെ ഈ ഒരു ചിത്രമാണ് ഇന്ന് വരച്ചിട്ടുള്ളത്, അതൊക്കെ കാണിച്ചു തന്നു. ഉണ്ടല്ലോ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് കോലമൊക്കെ വരച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു അമ്പലം. ഞങ്ങൾ വീണ്ടും അമ്പലത്തേക്ക് നേരം വെളിച്ചായപ്പോൾ വെറുതെ ഒന്ന് പോയതാണ്. ഞങ്ങൾ അതിൻ്റെ മുന്നേ ആയിട്ട് അമ്പലത്തിലൊക്കെ കടന്നു വന്നതാണ്. ഇതൊരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ പുറം ഭാഗം. നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലവും പിന്നെ നല്ല കൂളിങ്. ഒരു ഊട്ടിയിലൊക്കെ പോയ പോലെ ഇങ്ങനെ മഞ്ഞിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല തണുപ്പുള്ള പ്രദേശമാണ്. ഇത് ആ കാളകളും പശുക്കളൊക്കെ ഉള്ള തൊഴുത്താണ്. നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ കാളഹസ്തി എന്ന് തന്നെയാണല്ലോ പേര് പോലും. ഗോവർദ്ധൻ പ്രാധാന്യമുള്ളൊരു അമ്പലമാണ്. എന്തായാലും പശുക്കളുടെ പൂജയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതിനുള്ളിൽ കയറി. പിന്നെ നമ്മളവിടുത്തെ പോലെയല്ല കേട്ടോ. നമ്മൾ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞാൽ തിക്കും തിരക്കും, ദൈവത്തിനെ കാണാനൊരു സെക്കൻഡ് പോലും കിട്ടില്ല. അപ്പോഴേക്കും നമ്മൾ ഉന്തിയിടൽ തുടങ്ങും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ തൊഴുത് നല്ല സുഖമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. നല്ല അടിപൊളിയായിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ല രീതിയിൽ ഉള്ളിൽ വിഗ്രഹമൊക്കെ കണ്ടു. നമ്മൾ ശ്രീകോവിലിനകത്ത് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റി. പിന്നെ കുഞ്ഞുങ്ങൾക്കും ശരിക്ക് കാണാൻ പറ്റി. കാരണം നമ്മളവിടെ ഉയരത്തിലല്ലേ, ഇവിടെ താഴ്ന്നിട്ടാണ് ദേവി ഇരിക്കുന്നത്. കുട്ടികളൊന്നും എടുത്ത് പൊന്തിക്കേണ്ട ഒന്നും ആവശ്യമില്ല. അടിപൊളിയായിരുന്നു. പുറത്തുനിന്നുള്ള വ്യൂ തന്നെ കണ്ടല്ലോ. ഉള്ളിലോട്ട് കയറിയാലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ശിവനും പാർവതിയൊക്കെ ഇരിക്കുന്നത്. അത് ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു മലമുകളിൽ ഇങ്ങനെ സ്റ്റെപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അന്നിങ്ങനെ പാറകൾക്കിടയിലൂടെ ഇങ്ങനെ മുകളിലേക്ക് കയറിയിരുന്നു തോന്നുന്നു. ഇപ്പോൾ ഒക്കെ സ്റ്റെപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി. പക്ഷെ അവിടേക്ക് ഫോൺ കൊണ്ടുപോവാം, ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേട്ടാണ് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തത്.
അങ്ങനെ നമ്മൾക്ക് അറിയില്ലായിരുന്നു അതിൻ്റെ മുകളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അല്ല, അപ്പോൾ നമ്മൾ ആരുടെയോ ഒരു ഫോൺ വാങ്ങിച്ചിട്ട് നമ്മൾ പിക്ചറൊക്കെ എടുത്തു, വീഡിയോയും ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് സെൻഡ് ചെയ്യിപ്പിച്ചു. അതാണ് ഇപ്പോൾ കണ്ടത്. അതൊരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. നമുക്ക് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യായിരുന്നു, പക്ഷേ അങ്ങനെ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം ഈ ഒരു മസാല ദോശ, എൻ്റെ മക്കളൊക്കെ പറയായിരുന്നു ഫുൾ മസാല ദോശയാണല്ലോ എന്ന്. കാരണം ഇവിടുത്തെ ഈ ചോറൊന്നും നമുക്ക് കഴിക്കാൻ പറ്റിയതല്ല. പിന്നെയും ടേസ്റ്റ് ഉള്ളത് മസാല ദോശയായിരുന്നു, അടിപൊളി മസാല ദോശയായിരുന്നു. വീണ്ടും ഞങ്ങൾ റൂമിലോട്ട് വന്നു, പോകാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. അപ്പോൾ നമ്മൾ ആ കോലം ഒക്കെ ചവിട്ടാതെ റൂമിലേക്ക് കയറി നമ്മളങ്ങനെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കാറിലോട്ട് കാറിനടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളും ഒക്കെ കാറിൽ കയറ്റി നമ്മൾ യാത്ര ആവുകയാണ്. അപ്പോൾ റൂമിലുണ്ടായിരുന്ന ആൾ നമ്മളെ യാത്ര അയക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ കാളഹസ്തിയിൽ നിന്നും തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഇതിൻ്റെ ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ലവ് യു ഓൾ, ബൈ.